ഹലോ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. കണ്ടില്ലേ, നല്ല മഴയും കാറ്റും. നല്ല മഴയാണ് ഇവിടെ. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് അറിയായിരിക്കും, നല്ല കാറ്റും മഴയാണ്. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം നനഞ്ഞ് വെള്ളത്തിൽ കിടക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് മുകളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വീഴുന്നുണ്ട്, നന്നായിട്ട് വെള്ളം നിൽക്കും. ചെടിയിൽ നല്ലൊരു വെയിൽ വന്നാൽ മാത്രമേ ചെടിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാറ്റുള്ളൂ. അപ്പോൾ നല്ല മഴയാണ്. കണ്ടില്ലേ, പുറത്തോട്ട് നോക്കുമ്പോൾ ഇതാണ് ഈ വാഴത്തോപ്പുകളെല്ലാം നല്ലോണം മഴയത്ത് ഇങ്ങനെ നിൽക്കും. കുറേയൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലിട്ട് പോവാം. ഇന്ന് നമ്മളൊരു ഇങ്ങനത്തെ ഒരു കുപ്പി അടിച്ചിരിക്കണേ. ഇതിൻ്റെ അടപ്പ് പോയിട്ട് കുറേ നാളായി, പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മളത് ചെയ്യാൻ പോവാണ്. ഇതുപോലത്തെ കോഫി പൗഡറൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ജാറുണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ അച്ചാറിൻ്റെ കുപ്പിയിൽ അതെടുക്കാം. പിന്നെ സാധാ കുപ്പി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനൊന്ന് ബേസ് കോട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ബേസ് കോട്ട് കൊടുക്കാം, വൈറ്റ് കളർ കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അതുപോലെ ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മാസ്കിൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. മാസ്കിൻ ടേപ്പ് ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്തിരി വീതിയുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആ സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോ ചെയ്തില്ല. അതിൽ ഒരു വീഡിയോ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തതിനും കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണേ. അപ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കാം. 2 കളർ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി. പിന്നെ ഈ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുമ്പം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇളകി പോകില്ലേന്ന്. കുറച്ചൊക്കെ കുറച്ച് ശരിക്കും പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇളകി വരും. ഇത്തിരിയൊക്കെ കുറച്ചൊക്കെ ഇളകി വരും. നമ്മൾ രണ്ടാമതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരുപാടൊക്കെ ഇളകി പോകില്ല, കാരണം നന്നായിട്ട് ഉണങ്ങി വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് കുപ്പി പെയിൻറ്റ് ഉണക്കിയെടുക്കുകയാണെങ്കിൽ പോകില്ല. ഇത് അധികം ഉണങ്ങാത്ത കുപ്പിയാണെങ്കിൽ ഇത്തിരിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് അങ്ങനെ പോകാറുണ്ട്, കാരണം ഉണങ്ങിയിട്ടില്ല എൻ്റെ കുപ്പി. ഫാനിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഉണക്കുന്നത്, കാരണം വെയിലില്ലല്ലോ. വെയിലില്ലാത്തതുകൊണ്ട് ആ ഒരു പരിപാടിയാണ് ചെയ്യണത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ പോകും. അപ്പോൾ നമ്മൾ രണ്ടാമതൊന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാസ്കിൻ ടേപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയെന്നല്ല, കുറച്ച് ഗ്യാപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഗ്യാപ്പ് കുറച്ച് ഡിസ്റ്റൻസ് മതിയെങ്കിൽ അത് മതി, കുറച്ച് വീതിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. 2 കളറ് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഗോൾഡും ടീൽ ബ്ലൂ ആണ്. ഇതിൽ ഗോൾഡ്, മെറ്റാലിക് ഗോൾഡ് എൻ്റെ ഇത് തീർന്നു പോയതുകൊണ്ട് ഞാൻ പൗഡർ ഗോൾഡ് പൊടിയുണ്ടല്ലോ അതെടുത്തിട്ട് മീഡിയമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 മീഡിയം കിട്ടും, സിൽവറിനും ഗോൾഡിനും. അപ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡ് ഒരു ഭംഗിയാട്ടോ, നല്ല ഭംഗി, ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ മെറ്റാലിക് ഗോൾഡിനേക്കുള്ള കുറച്ചൊന്ന് മാറ്റമുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗി കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ എല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ മാസ്കിൻ ടേപ്പ് അങ്ങോട്ട് ഊരിക്കളയാം. കണ്ടില്ലേ, അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും. ആ ഒരു മാസ്കിൻ ടേപ്പ് വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടും ആ ഒരു ഷേപ്പ്. അതിന് വേണ്ടിയാണ്. കണ്ടില്ലേ, ഇപ്പം ഇനി നമ്മൾ ചെയ്യുന്ന ആ ഗ്യാപ്പിൽ നമ്മൾ ടീൽ ബ്ലൂ കളറ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ടീൽ ബ്ലൂവിന് പകരം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും, ഗോൾഡ് ഒരു പ്രത്യേക കളറാട്ടോ, ഏത് കളറിനോടൊപ്പം ചേരും. അപ്പോൾ അതുകൊണ്ട് ടീൽ ബ്ലൂ കൊടുക്കുകയാണ്. ടീൽ ബ്ലൂ കളറ് കൊടുക്കുക ഈ ഒരു ഗ്യാപ്പിൽ. കണ്ടില്ലേ, ഇതുപോലെ കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ ചോദിക്കാം. അതിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഷേക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് സ്വീക്കൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുത്ത് പൊട്ടുകളില്ലേ, പൊട്ടുണ്ടെങ്കിൽ കളർ പൊട്ടുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ടീൽ ബ്ലൂ കൊടുത്തതിൻ്റെ ഭാഗത്ത് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. ഗോൾഡ് അവിടെ നിന്നോട്ടെ, അവിടെ ഞാൻ തൊടുന്നില്ല. അപ്പോൾ ഈ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ഈ ഒരു സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സീക്വൻസിന് പകരം മുത്തുകളോ പൊട്ടുകളോ എന്തെങ്കിലും വേണം, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ പെയിൻറ്റ് ജസ്റ്റ് എന്താ പറയുക, ഒരു പെൻസിലിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് കുത്തിയിട്ട് അങ്ങനെ ഡോട്ടിട്ട് കൊടുത്താലും മതിയാവും. കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് വൂളൻ ത്രെഡോ വൈറ്റ് ത്രെഡോ ഏത് ത്രെഡും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലേസ് ചെയ്ത് വേണമെങ്കിൽ ലേസ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ ഇതാണ് ചെയ്ത് കൊടുക്കുന്നത്.
ഈ ഒരു ലീഫിൻ്റെ ത്രെഡ്. അപ്പോൾ നമ്മളതൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫ്ലവർ വേസ് ആയിട്ടോ അല്ലെങ്കിൽ പെയിൻ സ്റ്റാൻഡായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. നല്ല ഭംഗിയാണ്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കണ്ടില്ലേ, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ അടപ്പ് പോയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കാം. എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.